എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടോഫി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള നെയ്യ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേമിയ നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇത് ഞാനൊരു 200 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സേമിയ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളം 3 ഗ്ലാസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 3 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിൽ ഈ സേമിയ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1.5 ലിറ്റർ പാല്, 1.5 ലിറ്റർ പശുവിൻ പാല് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനുള്ള ടോഫി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ അതൊന്ന് ക്യാരമലാക്കി എടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെ ക്യാരമലായതിനു ശേഷം അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് അതും ഈ ഒരു ക്യാരമലിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 200 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ്. അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. 1.5 ലിറ്റർ പാൽ വെച്ചിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ അത് നിങ്ങൾ അളവ് കൂട്ടുമ്പം ഇതിൻ്റെ അളവും കൂട്ടുക. അപ്പോൾ ഇനി നല്ല പോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. കണ്ടല്ലോ, നല്ലൊരു കളറായിട്ട് അത് വരും. അപ്പോൾ നല്ല പോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നൊന്ന് കുറുക്കി എടുക്കുക. ഇനി ഒന്നുമില്ല, നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പായസത്തിലേക്ക് ഈ ടോഫി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് അത് യോജിപ്പിച്ച് എടുക്കുക. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ സമയത്ത് മധുരം നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഇതിൽ ഏലക്കാപ്പൊടി കൂടെ ഏലക്ക പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഏലക്ക ചേർത്തിട്ടില്ല എന്ന് വിചാരിക്കരുത്, ഇതിൽ ഏലക്ക ഉണ്ട്. അപ്പോൾ നിങ്ങളതും കൂടെ ഓർക്കുക. എന്നിട്ട് പഞ്ചസാര അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ്, അത് എത്ര വേണേൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ ഇനി ഞാൻ പറയേണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. സാധാരണ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കാറുണ്ട്, പക്ഷേ ഈ രീതിയിൽ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്